എല്ലാവരും മേഘയുടെയും സൽമാന്റെയും വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നാൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും വീട്ടിൽ സമ്മതമല്ല. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഇത്രയും അധികം വാർത്തയൊക്കെ നേടിയതിനു ശേഷം വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം സൽമാന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. വിഷമിക്കണ്ട എന്നാണ് സൽമാന്റെ അവിടെ നിന്ന് പറഞ്ഞത്. അതായത് അവർ പതിയെ പതിയെ ഇതിനെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മേഘയുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം വലിയ എതിർപ്പുകളായിരുന്നു. എന്നാൽ വിവാഹ ദിവസം, അതായത് വിവാഹത്തിന് ഇവർ രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തിയപ്പോൾ തന്നെ അവിടെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ തന്നെ മേഘയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ മേഘ അതിനെക്കുറിച്ച് പറയുന്നത്. രണ്ടുപേർക്കും നല്ല എതിർപ്പുകളായിരുന്നു. നല്ല എതിർപ്പുകളോടെയാണ് ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. വീട്ടിൽ പറയുമ്പോൾ തന്നെ എതിർപ്പായിരിക്കുമെന്ന് അറിയാമായിരുന്നുവെന്ന് മേഘ പറയുന്നു. ഇഷ്ടം തോന്നിയതിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്നത്തെ ഈ കാലത്ത് നമുക്കിങ്ങനെ ജാതി മതമെന്നും പറയാൻ സാധിക്കില്ലല്ലോ. അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ. ഇപ്പോൾ അതൊക്കെ വച്ച് മുന്നോട്ട് പോവുകയും അതിന് ക്രിട്ടിക്കായി പറയുകയും ചെയ്യുന്നത് വളരെയധികം മോശമാണ് എന്ന് മേഘ പറയുന്നുണ്ട്. നിരവധി പേർ ഇപ്പോൾ ഇത് പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ടെന്ന് മേഘ പറയുന്നു. ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിലാണെന്നും പറയുന്നുണ്ട്. പ്രായവ്യത്യാസവും പറയുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഏകദേശം 10 വയസ്സിന്റെ മുകളിൽ വ്യത്യാസമുണ്ട്. അതെന്നാൽ ഒരു വ്യത്യാസമേ അല്ല. ഒരാൾക്ക് മെച്യൂരിറ്റി ഉണ്ടായാൽ മതി എന്ന് പറയുമ്പോഴും രണ്ടാൾക്കും നല്ല മെച്യൂരിറ്റി ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. അഭിമുഖം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഇവർ ഇന്നലെയോ ഇന്നോ തീരുമാനിച്ചതല്ല. വളരെയധികം നാളുകളെടുത്ത് ആലോചിച്ച് തീരുമാനിച്ചതാണ്. മെച്യൂരിറ്റി ഇല്ലായ്മയുടെ ഭാഗത്തു നിന്ന് മേഘ ചെയ്തതാണെന്ന് പലരും വാർത്തയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും, മേഘയും സൽമാനും വളരെയധികം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വീട്ടുകാരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവർ ഇപ്പോൾ വിവാഹം കഴിച്ചത്. അവർക്ക് ഒരുമിച്ച് താമസിക്കണമെന്നുണ്ടായിരുന്നു, ജീവിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വിവാഹം കഴിച്ചു. ആഡംബരമായ രീതിയിലും ഒന്നല്ല. അവർ അവരെ കൊണ്ടാകുന്ന രീതിയിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് വിവാഹം കഴിച്ചത്. ജാതിയുടെ മതത്തിന്റെയോ പേരിൽ അവരെ അകലാൻ തന്നെ അവർ ഉദ്ദേശിക്കുന്നില്ല. ജാതിയുടെ മതത്തിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് മേഘ എല്ലാം തുടക്കം മുതലേ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു. സൽമാനെ ഇഷ്ടമാണെന്ന് മേഘ തന്നെയാണ് വീട്ടിൽ പറഞ്ഞത്. സൽമാന് തിരിച്ച് ഇഷ്ടം തോന്നുന്നതിന് മുൻപേ മേഘ ഇക്കാര്യം വീട്ടിൽ അറിയിച്ചിരുന്നു. അപ്പോൾ മുതൽ തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. വളരെ ചെറുപ്പമല്ലേ എന്നാണ് എല്ലാ പ്രേക്ഷകരും ആദ്യം കരുതിയത്. മേഘയുടെ എടുത്തുചാട്ടമാണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ മേഘ വളരെ നല്ല രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പ്രേക്ഷകർ കണ്ടെത്തുമ്പോൾ എല്ലാവരും പിന്തുണയ്ക്കുകയാണ്. മേഘയുടെ തീരുമാനം തന്നെയാണ് ശരി. ഒരുപക്ഷെ ഇതിപ്പോൾ നിങ്ങൾക്ക് ശരിയല്ലെങ്കിൽ പോലും നിങ്ങൾ നല്ല മികച്ച തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഒരേ ജാതിയും മതവും ആകുന്നതിലല്ല, നല്ല തീരുമാനമെടുക്കുന്നതിലാണ് കാര്യം. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റാതെ സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നതെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവരുടെ സംസാര രീതിയൊക്കെ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.